സ്റ്റഡി സ്മാർട്ട് ഇംഗ്ലീഷിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ആർട്ടിക്കിൾസിന്റെ പാർട്ട് 2 ആണ്. പാർട്ട് 2 നമ്മൾ ഇത്തിരി വ്യത്യസ്തമായ രീതിയിലാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 1ൽ നമ്മൾ എ ഓർ ആൻഡ് സൗണ്ടിന്റെ ബേസിസിൽ എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ റൂൾസ് കണ്ടു കഴിഞ്ഞു. 7 റൂൾസ് ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മളൊന്ന് റിവേഴ്സ് മെത്തേഡിലൂടെ എക്സാമ്പിൾസ് കണ്ടുകൊണ്ട് എക്സാമ്പിൾസിലൂടെ ആ റൂൾസ് ഒന്ന് തറവാക്കാൻ പോവുകയാണ്. അപ്പോൾ 50 എക്സാമ്പിൾസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുക. ഈ 50 എക്സാമ്പിൾസിലൂടെയാണ് നമ്മൾ ഇന്ന് റൂൾസ് റിവൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്കിനി സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് എക്സാമ്പിൾ, first a or and use according to the sound. Okay, sound ne base ചെയ്ത് a or and use ആണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ a euro. Okay, നിങ്ങൾക്ക് ഇവിടെ ഈ വേർഡ് കാണാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ എന്താണ്? ഇ ആണ്. ഓക്കെ, ഒരു വവൽ സൗണ്ട് ആണ്. പക്ഷേ ഈ വവൽ സൗണ്ട് ആണെങ്കിൽ പോലും നമ്മൾ ചേർത്തിരിക്കുന്നത് എ ആണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ പഠിക്കുന്നത് എ ഇ ഐ ഒ യു വവൽ സൗണ്ട്സിന്റെ കൂടെ നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കുന്നു? ആൻഡ് ചേർത്ത് കൊടുക്കുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും ഇത് ശരിക്കും സൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിന് ഫോക്കസ് ചെയ്യാൻ പാടില്ല? സ്പെല്ലിങ്ങിൽ ഫോക്കസ് ചെയ്യാൻ പാടില്ല. പകരം നമ്മൾ എന്തിനെ ഫോക്കസ് ചെയ്യണം? സൗണ്ടിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ യൂറോ എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. യൂറോ. ഓക്കെ, യു എന്ന സൗണ്ടല്ലേ നിങ്ങൾക്ക് മനസ്സിൽ വരുന്നത്? യു എന്ന സൗണ്ട് വരുന്നത് കാരണം ആ യു എന്ന സൗണ്ട് നിങ്ങൾ ഇവിടെ കാണുന്നത് പോലെ ഒന്ന് സ്പെല്ല് ചെയ്യുകയാണെങ്കിൽ YU എന്ന് നമുക്ക് സ്പെല്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ യു, ലോങ് യു ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ Y എന്ന സൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്? എ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് എ യൂറോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റൂൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ച് കണക്റ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ സെക്കൻഡ് എക്സാമ്പിളിലോട്ട് പോകാം. എ യൂറോപ്യൻ കൺട്രി. അവിടെയും എന്ത് തന്നെ വരുന്നു? യു, ലോങ് യു സൗണ്ട് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡോണ്ട് ഫോക്കസ് ഓൺ ദി സ്പെല്ലിംഗ്, ഫോക്കസ് ഓൺ ദി സൗണ്ട്. ഓക്കെ, എ യൂറോപ്യൻ. ഓക്കെ, ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കുക. A eucalyptus tree. Okay, eucalyptus. അവിടെയും ആ ലോങ് യു വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്നു? ഏത് ആർട്ടിക്കിൾ ആണ് ആഡ് ചെയ്ത് കൊടുക്കുക? എ ആണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വവൽ സൗണ്ട് അല്ല വന്നിരിക്കുന്നത്, കൺസോണന്റ് ലോങ് യു സൗണ്ട് ആണ് വന്നിരിക്കുന്നത്. യു സൗണ്ട്. ഓക്കെ, യുവോളജി അവിടെയും ലോങ് യു വന്നിരിക്കുന്നു. YU എന്ന ആ ഒരു കൺസ്ട്രക്ഷൻ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അവിടെയും എ യുവോളജി എന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അടുത്ത എക്സാമ്പിൾ നോക്കുക. ഫിഫ്ത്ത് എക്സാമ്പിൾ എ യുറേനിയം മൈൻ. അവിടെയും ലോങ് യു, സ്പെല്ലിംഗ് യു ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കൺഫ്യൂസ്ഡ് ആകരുതും, കാരണം വവൽ സൗണ്ട് ആണ് വന്നിരിക്കുന്നത്. ബിഗിനിങ്ങിൽ വവൽ സൗണ്ട് വരുമ്പോൾ ആൻഡ് ചേർത്ത് കൊടുക്കാനുള്ള ടെൻഡൻസി നമുക്ക് ഉണ്ടാവും. പക്ഷേ ഫോക്കസ് ഓൺ ദി സ്പെല്ലിംഗ് അല്ല, ഫോക്കസ് ഓൺ ദി സൗണ്ട്. ഓക്കെ, ഫോക്കസ് ഓൺ ദി സൗണ്ട്. യുറേനിയം മൈൻ, യുറേനിയം. ഓക്കെ, യു സൗണ്ട്. അപ്പോൾ എ ചേർത്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ നോക്കുക. അതും ബിഗിനിങ് വിത്ത് യു ആണ്. യൂറോളജിസ്റ്റ്. ഓക്കെ, യൂറോളജിസ്റ്റ് അവിടെയും ലോങ് യു യൂസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ സൗണ്ടിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നു? എ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അടുത്തത് യൂണിക്കോൺ എന്ന് പറയുമ്പോഴും ലോങ് യു യൂസ് ചെയ്തിരിക്കുന്നു. നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നു? എ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഫോക്കസ് ഓൺ ദി സൗണ്ട്. അടുത്ത നോക്കുക. എ യൂണിവേഴ്സിറ്റി അവിടെയും ലോങ് യു ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നു? എ ആഡ് ചെയ്ത് കൊടുക്കുന്നു. എ യൂണിഫോം അവിടെയും ലോങ് യു എഗെയിൻ പിന്നെയും വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ എ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, വൺ മോർ എക്സാമ്പിൾ. ഈ സെയിം ഇത് വരുന്ന ഒരു വൺ മോർ എക്സാമ്പിൾ ഉണ്ട്. എ യൂണിറ്റ് ഓഫ് മെഷർ അവിടെയും ലോങ് യു നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഡോണ്ട് ഫോക്കസ് ഓൺ ദി സ്പെല്ലിംഗ്, ഫോക്കസ് ഓൺ ദി സൗണ്ട്. എ യൂണിറ്റ് ഓഫ് മെഷർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു റൂൾ നമുക്ക് തറവായി കഴിഞ്ഞ് എക്സാമ്പിൾസിലൂടെ നമ്മൾ ആ റൂളിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. എന്തുകൊണ്ടാണ് എന്ന് ഇനി നമ്മൾ ഒരിക്കലും മറക്കില്ല. അപ്പോൾ നമുക്കിനി അടുത്ത എക്സാമ്പിളിലോട്ട്
പോകാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് an unintended result. Okay, an unintended result. അപ്പോൾ നമ്മളിവിടെ യു വെച്ച് കുറേ വാക്കുകൾ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, യു എൻ വെച്ച് കണ്ടു. ഓക്കെ, സ്റ്റാർട്ടിങ് ഈ യു വെച്ച് കണ്ടു, അങ്ങനെയൊക്കെ കണ്ടു. അപ്പോൾ അവിടെയൊക്കെ യൂണി എന്നായിരുന്നു. ഇവിടെ യൂണിഫോം, യൂണിക്കോൺ എന്നൊക്കെ പറഞ്ഞപ്പോൾ യൂണി എന്ന സൗണ്ട് ആയിരുന്നു വന്നിരുന്നത്. ഇനി യു എൻ കൊണ്ട് തന്നെ ബിഗിൻ ചെയ്യുന്ന ഒരു വാക്കാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അൺഇൻറ്റൻറ്റഡ്. അൺഇൻറ്റൻറ്റഡ് ഒന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സൗണ്ട് ആണ് വരുന്നത് അല്ലേ. ആ സൗണ്ട് എന്താണ്? ഒരു കൺസോണന്റ് ആണോ വവൽ സൗണ്ട് ആണോ? വവൽ സൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നു? ആൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ആൻ അൺഇൻറ്റൻറ്റഡ് റിസൾട്ട്. ഓക്കെ, അൺ എന്ന ആ സൗണ്ടിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുത്തു? ആൻ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കാര്യം ക്ലിയർ ആയി. ഡോണ്ട് ഫോക്കസ് ഓൺ ദി സ്പെല്ലിംഗ്, ഫോക്കസ് ഓൺ ദി സൗണ്ട്. ഓക്കെ, കാരണം യുവൻ വെച്ചുള്ള കുറേ വാക്കുകൾ നമ്മൾ കണ്ടു. ആ വാക്കുകളുടെ പ്രൊനൗൺസിയേഷൻ യു എന്ന സൗണ്ട് വെച്ച് ബിഗിൻ ചെയ്തു. പക്ഷെ ഇവിടെ യുവൻ വന്നപ്പോൾ, യുവൻ വെച്ച് ബിഗിൻ ചെയ്യുന്ന ഒരു വാക്ക് വന്നപ്പോൾ എന്ന സൗണ്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ആൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതുപോലെ തന്നെ ഒരു സിമിലർ എക്സാമ്പിൾ ആണ് അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത്. an unidentified object. an unidentified object. ഓക്കെ, ഇവിടെയും സൗണ്ട് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നു? ആൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കൺഫ്യൂഷൻ ഇവിടെ ക്ലിയർ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിളിലോട്ട് പോകാം. അടുത്ത എക്സാമ്പിൾ വളരെ സിമ്പിൾ ആണ്. ചില ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു പ്രത്യേകത, കുറേ ലെറ്റേഴ്സ് സൈലൻ്റ് ആയിരിക്കും ചില വേർഡ്സിൽ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ലെറ്റേഴ്സ് ഉണ്ട്, പക്ഷെ ചിലടത്ത് അത് വയലൻറ്റും ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ജസ്റ്റ് ഇതായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എച്ച് എന്ന ലെറ്റർ ചില വാക്കുകളിൽ സൈലൻ്റ് ആയിരിക്കും, ചില വാക്കുകളിൽ അത് നമ്മൾ നന്നായിട്ട് പ്രൊനൗൺസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഈ എ ഓർ ആൻ ചേർത്ത് കൊടുക്കുമ്പോൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അടുത്തത് എ ഹെലികോപ്റ്റർ. ഇവിടെ എച്ച് സൈലൻ്റ് അല്ല, ഹെലികോപ്റ്റർ. ഹ എന്ന സൗണ്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് കാരണം ആസ്പിറേറ്റഡ് എച്ച് എന്നാണ് ഇനി പറയുന്നത്. ആസ്പിറേറ്റഡ് എച്ച് പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് സൈലൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നു? എ ആഡ് ചെയ്ത് കൊടുക്കുന്നു. കാരണം ഹ സൗണ്ട് ആണ്, ഇറ്റ്സ് എ കൺസോണന്റ്. ഓക്കെ, കൺസോണന്റ് ആയതുകൊണ്ട് നമ്മൾ എ ആഡ് ചെയ്ത് കൊടുക്കുന്നു. എ ഹൗസ്. എ ഹൗസ്, ഹൗസ് തന്നെ വന്നിരിക്കുന്നു എഗെയിൻ. അപ്പോൾ നമ്മൾ എ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അത് കൺസോണന്റിന്റെ മുമ്പിലാണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത്. എ ഹ്യൂമൻ. ഓക്കെ, സൗണ്ട് എഗെയിൻ വന്നിരിക്കുന്നു. എ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. ആൻഡ് ആർ. ഇവിടെ നിങ്ങൾക്ക് HOUR സ്പെല്ലിംഗിൽ എച്ച് ഉണ്ട്, ബട്ട് നമ്മൾ എച്ച് പ്രൊനൗൺസ് ചെയ്യുന്നില്ല. എച്ച് ഇവിടെ സൈലൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് സൗണ്ടിനെയാണ് സ്ട്രെസ് ചെയ്യുക, ഓ സൗണ്ടിനെ. ആൻഡ് ആർ. ഓക്കെ, അപ്പോൾ ആ സൗണ്ടിനെ ബേസ് ചെയ്തിട്ട് വേണം, ആ രണ്ടാമത്തെ സൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുക? എ അല്ലെങ്കിൽ ആൻ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ സൗണ്ട് എന്താണ്? ഒരു വവൽ സൗണ്ട് ആയതുകൊണ്ട് നമ്മളിവിടെ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നു? ആൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ അൺആസ്പിറേറ്റഡ് എച്ച് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് എച്ച് പ്രൊനൗൺസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എച്ച് സൈലന്റ് ആണ് എന്ന് നമുക്ക് സാധാരണ രീതിയിൽ പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ആൻഡ് ആർ. ഓക്കെ, an honest man. ഇവിടെ എച്ച് ഹോണസ്റ്റ് എന്ന് പറയുന്നില്ല, an honest man. an ayo സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. എച്ച് പറയുന്നില്ല, പക്ഷെ എച്ച് എഴുതിയിരിക്കണം. an honor. ഓക്കെ, an honor. എല്ലാവർക്കും ഈ ഒരു റൂൾ, എച്ചിൻ്റെ ഈ ഒരു റൂൾ ഈ ഒരു എക്സാമ്പിൾസിൽ നിന്നും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത രണ്ട് എക്സാമ്പിൾസിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, എ യുണീക്ക് സിറ്റുവേഷൻ. എഗെയിൻ ആ യു സൗണ്ട് വന്നിരിക്കുന്നു അല്ലേ. അപ്പോൾ ലോങ് യു വരികയാണെങ്കിൽ നമ്മൾ കൺസോണന്റ് ആണ് യൂസ് ചെയ്യുക. എ യുണൈറ്റഡ് കൺട്രി. എഗെയിൻ ലോങ് യു യൂസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ കൺസോണന്റ് സൗണ്ട് ആണ്, നമ്മൾ കൺസോണന്റ് സൗണ്ടായി കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ എ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി അടുത്ത നോക്കുക. ആൻ അംബ്രല.
an umbrella. ഇവിടെ UM ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ സൗണ്ട് എന്താണ്? സൗണ്ട് വന്നിരിക്കുന്നത് കാരണം നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നു? an umbrella. ഓക്കെ, അപ്പോൾ ഞാനിത് യുവിൻ്റെ 2 എക്സാമ്പിൾസിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞത് അംബ്രല്ല എന്തുകൊണ്ട് നമ്മൾ ആഡ് ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അടുത്ത് നോക്കുക, an എക്സാമ്പിൾ ഈ ഓൾറെഡി നമുക്കറിയാം വവൽ സൗണ്ട് ആണ്. ഇനി പ്രൊനൗൺസ് ചെയ്യുമ്പോഴാണെങ്കിലും സൗണ്ടിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇ എന്ന സൗണ്ട് തന്നെ വരുന്നു. അപ്പോൾ an എക്സാമ്പിൾ അത് എന്തായിട്ട് കൊടുക്കുന്നു? ആൻ ചേർത്ത് കൊടുക്കുന്നു. ഓക്കെ, an actor സൗണ്ട് ആണ്, സൗണ്ട് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ an actor. അടുത്തത് നോക്കുക, an invitation ഈ സൗണ്ട് വന്നിരിക്കുന്നത്. ഈ എന്താണ്? ഒരു വവൽ സൗണ്ട് ആണ്. അപ്പോൾ ആൻ ചേർത്ത് കൊടുക്കുന്നു. ഓക്കെ, അടുത്ത നോക്കുക, a used napkin. Again long u വന്നിരിക്കുന്നു അല്ലേ? അപ്പോൾ long u വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കൺസണന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ a ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. a one-legged man എന്ന ഇത് കാണുമ്പോൾ നമ്മൾ വൺ എന്ന സ്പെല്ലിംഗ് ഫോക്കസ് ചെയ്യുക. one ആണ്. അപ്പോൾ o എന്താണ്? o ഒരു വവൽ സൗണ്ട് ആണ് നമുക്കറിയാം. പക്ഷേ വൺ നമ്മൾ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക? one. ഓക്കെ, വേർ സൗണ്ട് ആണ് വരുന്നത്. വേർ സൗണ്ട് എന്താണ്? ഒരു കൺസണന്റ് സൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നു? a ആഡ് ചെയ്ത് കൊടുക്കുന്നു. a one-legged man. ഓക്കെ, ഇനി അടുത്ത് നോക്കുക, an elbow സൗണ്ട് ആണ് വന്നിരിക്കുന്നത് അല്ലേ? എൽബോ, അതുകൊണ്ടാണ് നമ്മൾ ആൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. an elbow. ഇനി അടുത്തത് a one-day conference. again വേർ സൗണ്ട് വന്നിരിക്കുന്നു. നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നു? വേർനെ നമ്മൾ കൺസണന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. വേർ സൗണ്ട് കൺസണന്റ് ആണ്. ഓക്കെ, അപ്പോൾ a ആഡ് ചെയ്ത് കൊടുക്കുന്നു. an old man o sound. ഓൾറെഡി o ആണ് ബിഗിൻ ചെയ്യുന്നത്. o വെച്ച് ബിഗിൻ ചെയ്യുന്ന വവൽ ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നു? an old man. ഓക്കെ, an easy job. ഈ ആണ് ഈസി സൗണ്ടും ഈ തന്നെയാണ്. അപ്പോൾ നമ്മൾ വവൽ സൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നു? an ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം, an FBI agent. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം FBI എന്ന് പറയുമ്പോൾ നമ്മൾ അബ്രീവിയേഷൻസിന്റെ കാര്യം ഒരു റൂൾ നമ്മൾ പറഞ്ഞിരുന്നു. എഫ് എന്ന് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് സൗണ്ട് വരിക? എ എന്ന സൗണ്ട് വരുന്നുണ്ട് അല്ലേ? എന്നുള്ള സൗണ്ട് വരുന്നുണ്ട്. അത് കാരണം നമ്മൾ ആ സൗണ്ടിനെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നു? an ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഇത് അബ്രീവിയേഷൻ്റെ റൂൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ റൂൾ വെച്ച് തന്നെ ഇതും കൂടി ആ റൂളിൻ്റെ കൂടെ ചേർത്ത് വായിക്കുക. ഓക്കെ, അപ്പോൾ എഫിനെ കോൺസെൻട്രേറ്റ് ചെയ്യരുതും ഫോക്കസ് കൊടുക്കരുതും. അതിൻ്റെ സൗണ്ടിന് ഫോക്കസ് കൊടുക്കുക. അടുത്ത എക്സാമ്പിൾ നോക്കാം, a cake. ഓക്കെ, സൗണ്ട് ആണ്, അത് കാരണം a യൂസ് ചെയ്തിരിക്കുന്നു. an uprising. ഓക്കെ, അപ്പോൾ നമ്മൾ an uprising കാരണം സൗണ്ട് ആണ് വന്നിരിക്കുന്നത്. uprising. ഓക്കെ, an orbit. o സൗണ്ട് ആണ്, an ചേർത്ത് കൊടുത്തിരിക്കുന്നു. ഇനി അടുത്ത നോക്കുക, a US ship. യു സൗണ്ട് വന്നിരിക്കുന്നു. അഗെയിൻ നമ്മൾ എന്ത് ചേർക്കുന്നു? കൺസോണന്റ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് a ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. a US ship. ഓക്കെ, a united friend. again long u എന്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നു? a ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, an Indian. ഓക്കെ, ഈ സൗണ്ട് an Indian. an egg. സൗണ്ട് an egg. a US senator. യു എന്ന് പറയുമ്പോൾ ലോങ് യു യൂസ് ചെയ്തിരിക്കുന്ന a US senator. an LCD display. എൽ എന്ന് പറയുമ്പോൾ ഒരു കൺസണന്റ് ആണെന്ന് നമുക്കറിയാം. പക്ഷേ അതിന്റെ പ്രൊനൗൺസിയേഷൻ നോക്കുകയാണെങ്കിൽ എന്ത് വരുന്നു? എ സൗണ്ട് വരുന്നു. എഫ് പോലെ തന്നെ എ സൗണ്ട്. എൽ എന്നൊക്കെ പറയുമ്പോൾ സൗണ്ട് ആണ് വരുന്നത്. and LCD ഡിസ്പ്ലേ, അത് കാരണം നമ്മൾ ആൻ ചേർത്ത് കൊടുക്കുന്നു. ഓക്കെ,
A UK based company. A UK based company. You അത് കാരണം കൺസോണന്റ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് A ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ. And HR department. And HR. H നമുക്കറിയാം എന്താണ്, ഒരു കൺസോണന്റ് ആണ്. പക്ഷേ H പ്രൊനൗൺസ് ചെയ്യുമ്പോൾ H സൗണ്ട് അഗെയിൻ വന്നിരിക്കുന്നു. And HR department. ഓക്കെ. And ice cube. And ice cube. Okay, I sound വന്നിരിക്കുന്നു. And ചേർത്ത് കൊടുക്കുന്നു. വവൽ സൗണ്ട് ആണ് നമുക്ക് അറിയാം. Okay. A one-way street. Again, one. O-N-E, one. O focus ചെയ്യണ്ട. Sound focus ചെയ്യുക. One. Word sound. Consonant. Okay. A add ചെയ്ത് കൊടുക്കുന്നു. And SOS. Again, abbreviation വന്നിരിക്കുന്നു. Yes. Yes. എന്നാണ് വരിക. അത് കാരണം and yes. A എന്ന സൗണ്ടിൽ ഫോക്കസ് ചെയ്യുക. Yes എന്ന ലെറ്ററിൽ ഫോക്കസ് ചെയ്യേണ്ട. ഓക്കെ. And ugly hat. Ugly. Ugly. Ugly എന്നാണ് യു വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും ugly hat. യു ഓൾസോ ഒരു വവൽ സൗണ്ട് തന്നെയാണ്. ugly സൗണ്ടാണ് വന്നിരിക്കുന്നത്. and ugly hat and ചേർത്ത് കൊടുക്കുന്നു. ഓക്കെ. URL. URL എന്ത് ചേർത്ത് കൊടുക്കും? U ലോങ് യു ആണ്. A URL എന്നായിരിക്കും നമ്മൾ ചേർത്ത് കൊടുക്കുക. ഓക്കെ. ഇനി അടുത്തത് a woman. A woman. ഓക്കെ. a woman എന്ന് വരുമ്പോൾ വ് സൗണ്ട് ആണ് വന്നിരിക്കുന്നത്. a woman. ഓക്കെ. an MP. an MP. M എന്ന് പറയുമ്പോൾ സൗണ്ട് വരുന്നു. M. ഓക്കെ. അപ്പോൾ അത് കാരണം നമ്മൾ എന്ത് കൊടുക്കുന്നു? an MP. ഓക്കെ. എം എന്ന ലെറ്റർ കൺസോണന്റ് ആണ്. പക്ഷെ എം പറയുമ്പോൾ എം എന്ന് പറയുന്ന കാരണം എ എന്ന സൗണ്ടിനാണ് ഫോക്കസ് കൊടുക്കേണ്ടത്. ആൻഡ് MP എന്ന് കൊടുക്കുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് 50 എക്സാമ്പിൾസിലൂടെ നമ്മൾ ആർട്ടിക്കിൾസിൻ്റെ എല്ലാ റൂൾസും നന്നായിട്ട് കവർ ചെയ്തിരിക്കുന്നു. ഈ 50 എക്സാമ്പിൾസ് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു എക്സാമിനും നിങ്ങൾക്ക് ആർട്ടിക്കിൾസിൽ എയോ ആൻഡ് കൺഫ്യൂഷൻ മാറുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഇനി ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന എല്ലാ പാർട്സും കാണുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.